മമ്മൂട്ടിയും മോഹൻലാലും മലയാള സിനിമയുടെ നെടുന്തൂണുകളാണ്. കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളായി അവർ മലയാള സിനിമയെ അടക്കി വാഴുകയാണ്. അവർ ഓരോരുത്തരും അഭിനയിച്ച സിനിമകളുടെ എണ്ണം 300 കവിഞ്ഞിരിക്കുന്നു. അപൂർവമെങ്കിലും ചിലപ്പോഴൊക്കെ അവർ ഒരുമിക്കാറുമുണ്ട്. അത് മലയാള സിനിമയിലെ തന്നെ ചരിത്രമായി മാറാറുമുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിലും ഇവരുടെ കരിയറിൻ്റെ തുടക്കത്തിൽ ഒരുപാട് സിനിമകളിൽ ഈ രണ്ടു പേരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഏതാണ്ട് 50ലധികം സിനിമകളിൽ മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഇത് ഒരു റെക്കോർഡ് തന്നെയാണ്. കാരണം മറ്റൊരു ഭാഷയിലും അവിടുത്തെ 2 സൂപ്പർ സ്റ്റാറുകൾ ഇങ്ങനെ ഇത്രയധികം സിനിമകളിൽ ഒരുമിച്ച് അഭിനയിക്കാറേയില്ല. എന്നാൽ ഇതിൽ ഭൂരിഭാഗവും അവരുടെ കരിയറിൻ്റെ തുടക്കകാലങ്ങളിലായിരുന്നു എന്നുള്ളതാണ് സത്യം. മമ്മൂട്ടി തുടക്കത്തിൽ തന്നെ നായകനായി വന്നെങ്കിലും മോഹൻലാൽ തൻ്റെ കരിയർ പടുത്തുയർത്തിയത് വില്ലനായും സഹനടനായും പ്രതിനായകനായും പിന്നീട് നായകനായും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഒരുമിച്ച് അഭിനയിച്ച പല സിനിമകളിലും മമ്മൂട്ടി നായകനും മോഹൻലാൽ വില്ലനോ സഹനടനോ പ്രതിനായകനോ ഒക്കെ ആയിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്. ഈ സിനിമകളിൽ പലതിലും ഇവർ തമ്മിലുള്ള കിടിലൻ സംഘട്ടനങ്ങളുണ്ട്. ഈ 2 സൂപ്പർ താരങ്ങളുടെയും യൗവന കാലഘട്ടമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള സംഘട്ടനങ്ങൾ തീപ്പൊരി പാർന്നത് തന്നെയായിരുന്നു. ഇന്നത്തെ പോലെ സംഘട്ടന രംഗങ്ങളിൽ CGI സഹായമോ വയർ വർക്കോ ഒന്നുമില്ലാതിരുന്ന കാലഘട്ടങ്ങളിൽ സംഘട്ടനങ്ങളെ മികവുറ്റതാക്കുന്നതിനും ആവേശഭരിതമാക്കുന്നതിനും മൾട്ടി ക്യാമറ ഷൂട്ടിംഗ് ഒന്നുമില്ലാതിരുന്ന കാലഘട്ടത്തിൽ ചാടിയും മറഞ്ഞും കിടന്നും ഓടിയും ഒക്കെയുള്ള പച്ചയായ കയ്യാങ്കളി തന്നെയായിരുന്നു അന്നത്തെ ഇവർ തമ്മിലുള്ള സംഘട്ടനങ്ങൾ. അങ്ങനെ പ്രേക്ഷകരെ സീറ്റഡ് ജാക്കിയ ഏറെ ആകർഷിച്ച 10 സംഘട്ടന രംഗങ്ങളെയാണ് ഇന്ന് സിനിമാ കമ്പം ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഹലോ, ഞാൻ PC ശശികുമാർ. എല്ലാവർക്കും സിനിമാ കമ്പം ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക. 1981 ഊതിക്കാച്ചിയ പൊന്ന് എന്ന സിനിമ ഇറങ്ങിയത്. ജോൺ ആലുങ്കലിന്റെ കഥയ്ക്ക് VK പവിത്രൻ തിരക്കഥ എഴുതിയ ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് PK ജോസഫാണ്. ഈ കഥ അക്കാലത്ത് മലയാള മനോരമ ആഴ്ചപ്പതിപ്പിൽ തുടർച്ചയായി പ്രസിദ്ധീകരിച്ച് വായനക്കാരുടെ മുക്തകണ്ഠം പ്രശംസ ഏറ്റുവാങ്ങിയ കഥയായിരുന്നു. ഇതിലെ നായകൻ ശങ്കറും നായിക പൂർണിമ ജയറാമുമാണ്. കൂടാതെ നായികയുടെ സുഹൃത്തായാണ് മമ്മൂട്ടി വരുന്നത്. മോഹൻലാലാകട്ടെ നായികയെ ശല്യം ചെയ്യുന്ന വില്ലനായും. നായികയെ മോഹൻലാൽ ശല്യം ചെയ്യുന്നത് ചോദിക്കുന്നിടത്ത് വെച്ചാണ് മമ്മൂട്ടിയും മോഹൻലാലുമുള്ള സംഘട്ടനം ഈ സിനിമയിൽ ഉണ്ടാകുന്നത്. ഒരു പൊതുസ്ഥലത്ത് ഗ്രൗണ്ടിൽ വെച്ചുള്ള സംഘട്ടനമാണ്. മണ്ണിലും ചളിയിലുമെല്ലാം വീണും വലിച്ചഴിച്ചുമുള്ള ഒരു ഘോര സംഘട്ടനം തന്നെയാണ് അത്. മറയലും ചാടലും തിരിയലുമെല്ലാം ഉണ്ടെങ്കിലും ഡ്യൂപ്പ് ആർട്ടിസ്റ്റുകളെ അപൂർവമായാണ് ഈ രംഗങ്ങളിലെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. പലതും മമ്മൂട്ടിയും മോഹൻലാലും തന്നെയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് മോഹൻലാൽ പല രംഗങ്ങളിലും പിൽക്കാലത്ത് നമ്മൾ കണ്ട മറഞ്ഞും തിരിഞ്ഞുമുള്ള അഭ്യാസ പ്രകടനങ്ങളെല്ലാം ഈ സംഘട്ടന രംഗത്ത് കാണിക്കുന്നുമുണ്ട്. മോഹൻലാലും മമ്മൂട്ടിയും തമ്മിലുള്ള ഈ സിനിമയിലെ ആ സംഘട്ടനം ഒരുപക്ഷെ ഇവർ തമ്മിലുള്ള സിനിമയിലെ ആദ്യ സംഘട്ടനം തന്നെയാണെന്ന് തോന്നുന്നു. വർഷങ്ങൾ കഴിഞ്ഞ് ഇപ്പോഴും ആ രംഗം കാണുമ്പോൾ മികച്ച ഒരു സംഘട്ടന രംഗമായി തന്നെ ഇന്നും അനുഭവപ്പെടുന്നു. അഹിംസ 1981 ഇറങ്ങിയ സിനിമയാണ്. അതൊരു അക്കാലത്തെ വൻ ബഡ്ജറ്റ് സിനിമയായിരുന്നു. IB ശശി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സുകുമാരൻ, മമ്മൂട്ടി, മോഹൻലാൽ, രതീഷ്, കുതിരവട്ടം പപ്പു, സീമ, പൂർണിമ ജയറാം തുടങ്ങി അക്കാലത്തെ ഒരു വൻ താരനിര തന്നെ ഉണ്ടായിരുന്നു. T ദാമോദരന്റെ പതിവ് രാഷ്ട്രീയ സാമൂഹ്യ മാസ് തിരക്കഥ തന്നെയായിരുന്നു അഹിംസയുടേത്. ഇതിൽ മമ്മൂട്ടിയുടെ വാസു എന്ന കഥാപാത്രം ഒരു തൊഴിലാളി നേതാവാണ്. അദ്ദേഹത്തെ മോഹൻലാലും കൂട്ടാളികളും ചേർന്ന് മർദ്ദിക്കുകയും അവസാനം കുത്തിക്കൊല്ലുകയുമാണ് ചെയ്യുന്നത്. ഈ സിനിമയിലെ അഭിനയത്തിന് മമ്മൂട്ടിക്ക് മികച്ച സഹനടനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിക്കുകയുണ്ടായി. കുറഞ്ഞ നേരമേ ഉള്ളുവെങ്കിലും ആ സംഘട്ടനത്തിൽ മമ്മൂട്ടി കൊല്ലപ്പെടുന്നത് കൊണ്ട് തന്നെ അത് തികച്ചും ഒരു ക്രൂരമായ ഒരു സംഘട്ടന രംഗമായി പ്രേക്ഷകന് അനുഭവപ്പെട്ടു. മോഹൻലാൽ വില്ലനായി മലയാള സിനിമയെ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന സമയം കൂടിയായിരുന്നു അത്. ഈ സംഘട്ടനം സംവിധാനം ചെയ്തിരിക്കുന്നത് ശങ്കർ എന്ന സ്റ്റണ്ട് കോറിയോഗ്രാഫറാണ്. സന്ധ്യയ്ക്ക് വിരിഞ്ഞ പൂവ് 1983 ഇറങ്ങിയ സിനിമയാണ്. PR ശ്യാമളയുടെ കഥയ്ക്ക് തിരക്കഥ രചിച്ചിരിക്കുന്നത് തോപ്പിൽ ബാസിയാണ്. PG വിശ്വംഭരനാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. മമ്മൂട്ടിയും സീമയുമാണ് നായികാനായകന്മാർ. കൂടാതെ ശങ്കർ, മോഹൻലാൽ, അംബിക തുടങ്ങിയവർ ഇതിൽ അഭിനയിക്കുന്നുണ്ട്. ഒരുപക്ഷെ മമ്മൂട്ടിയുടെ ആദ്യത്തെ വക്കീൽ വേഷം കൂടിയായിരിക്കും ഇത്. പിന്നീട്
പല സിനിമകളിലും വക്കീൽ വേഷങ്ങളിൽ തകർത്താടിയ മമ്മൂട്ടിയുടെ തുടക്കം ഈ സിനിമയിലെ വക്കീൽ വേഷത്തിൽ നിന്നാണെന്ന് തോന്നുന്നു. സീമയെ ശല്യപ്പെടുത്തുന്ന അവളുടെ മുറച്ചെറുക്കനായിട്ടാണ് മോഹൻലാൽ കഥാപാത്രം ഇതിൽ മമ്മൂട്ടിയും മോഹൻലാലും തമ്മിൽ ഒരു സംഘട്ടനമുണ്ട്. ഇതിലെ സംഘട്ടന സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ബാബു എന്ന സ്റ്റണ്ട് കോറിയോഗ്രാഫറാണ്. വലിയ ഗിമ്മിക്സുകളൊന്നുമില്ലാതെ തികച്ചും നേർക്ക് നേരെയുള്ള പോരാട്ടമാണ് ഇവിടെ മമ്മൂട്ടിയും മോഹൻലാലും നടത്തുന്നത്. വളരെ കൃത്യതയുള്ള മൂവ്മെൻറ്റിലൂടെയും ടൈമിങ്ങിലൂടെയും രണ്ടുപേരും ഇടിച്ചും തടുത്തും ചാടിയും മറഞ്ഞുമെല്ലാം ഈ രംഗത്തെ ചടുലമാക്കിയിട്ടുണ്ട്. രണ്ടുപേരുടെയും മെയ്വഴക്കം തെളിയിക്കുന്ന ഒരു സംഘട്ടന രംഗം കൂടിയാണ് ഇത്. ഒടുവിൽ നായികയെ എപ്പോഴും ശല്യപ്പെടുത്തുന്ന വില്ലനെ മമ്മൂട്ടി ഇടിച്ചു തകർക്കുമ്പോൾ പ്രേക്ഷകർക്ക് ഒരു ആശ്വാസം തോന്നിയിരുന്നു അന്ന്. മോഹൻലാലും മമ്മൂട്ടിയും തമ്മിൽ സംഘട്ടനമുള്ള മറ്റൊരു സിനിമ ആ ദിവസം ആണ്. 1982 പുറത്തിറങ്ങിയ ഈ സിനിമ എം മണിയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ തിരക്കഥ രചിച്ചിരിക്കുന്ന ആകട്ടെ ജഗതി NK ആചാര്യയാണ്. ജൂഡോ രത്നമാണ് ഇതിലെ സംഘട്ടന സംവിധായകൻ. സുകുമാരൻ, മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയവരൊക്കെയാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. മമ്മൂട്ടി ഇതിലൊരു പോലീസ് ഓഫീസറും മോഹൻലാൽ ഒരു ഗാങ് ലീഡറുമാണ്. ബോസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അതുപോലെ വില്ലന്മാരും നായകനും തമ്മിലുള്ള കനത്ത സംഘട്ടനം തന്നെ ഈ സിനിമയിൽ നടക്കുന്നുണ്ട്. മോഹൻലാൽ ഉൾപ്പെട്ട സംഘത്തെ പോലീസ് ഓഫീസറായ മമ്മൂട്ടി പരാജയപ്പെടുത്തുന്നു. 83 തന്നെ പുറത്തിറങ്ങിയ സിനിമയാണ് ചങ്ങാത്തം. ഭദ്രനാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. മമ്മൂട്ടി, മോഹൻലാൽ, മാധവി തുടങ്ങിയവരാണ് ഇതിലെ പ്രധാന അഭിനേതാക്കൾ. മോഹൻലാലിൻ്റെ ഓഫീസിലെ ജീവനക്കാരിയാണ് മാധവി. ബിസിനസ്സുകാരനായ മമ്മൂട്ടിയുമായി മാധവി പ്രണയത്തിലാവുന്നു. ഇത് മോഹൻലാലിന് ഇഷ്ടപ്പെടുന്നില്ല. ഒരു ദിവസം മാധവിയെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന മോഹൻലാലിനെ മമ്മൂട്ടി തടയുന്നു. അവിടെ വെച്ചുണ്ടാകുന്ന ഉഗ്ര സംഘട്ടനത്തിൽ മോഹൻലാൽ കൊല്ലപ്പെടുന്നു. അങ്ങനെ മമ്മൂട്ടിയുടെ കയ്യാൽ മോഹൻലാൽ കൊല്ലപ്പെടുന്ന മറ്റൊരു സിനിമയാണ് ഇത്. ഇക്കാലത്തെ ബ്ലഡ് ഷെഡിങ് സിനിമകളെയൊക്കെ പോലെ രക്തം ചിന്തുന്ന ഒരു സംഘട്ടന രംഗം തന്നെയാണ് ഈ സിനിമയിലുള്ളത്. കോഴിയുടെ മുകളിൽ നിന്നും താഴോട്ട് ഉരുണ്ട് വീഴുന്നത് പോലെയുള്ള ഒരുപാട് റിസ്കുകൾ ഈ രംഗത്തിന് വേണ്ടി മോഹൻലാലും മമ്മൂട്ടിയും എല്ലാം എടുക്കുന്നുണ്ട്. എത്ര വർഷം കഴിഞ്ഞാലും പ്രേക്ഷകന്റെ മനസ്സിൽ നിന്നും മാഞ്ഞു പോകാത്ത ഒരു മോഹൻലാൽ മമ്മൂട്ടി സംഘട്ടന രംഗമാണ് ഈ സിനിമയിലുള്ളത്. 1983 തന്നെ പുറത്തിറങ്ങിയ പിന്നിലാവ് എന്ന സിനിമയിലും മോഹൻലാലും മമ്മൂട്ടി തമ്മിൽ ഒരു സംഘട്ടന രംഗമുണ്ട്. അക്കാലത്തെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ച പ്രശസ്ത നോവലിസ്റ്റായ C രാധാകൃഷ്ണന്റെ പിന്നിലാവ് എന്ന നോവലാണ് ഈ സിനിമയ്ക്ക് ആധാരം. PG വിശ്വംഭരനാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. അച്ഛനും മകനും തമ്മിലുള്ള അടുപ്പത്തിൻ്റെയും വൈകാരിക സംഘർഷങ്ങളുടെയും കഥ പറയുന്ന ഒരു സിനിമയാണിത്. അച്ഛനായി മധുവും മകനായി മമ്മൂട്ടിയും അഭിനയിക്കുന്നു. മമ്മൂട്ടിയുടെ കോളേജിലുള്ള സുഹൃത്തായാണ് മോഹൻലാൽ അഭിനയിക്കുന്നത്. ഇവർ തമ്മിൽ കോളേജ് ഹോസ്റ്റൽ റൂമിൽ വെച്ച് ഒരു സംഘട്ടനമുണ്ട് ഈ സിനിമയിൽ. വളരെ വൈകാരിക സംഘർഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്ത് നടക്കുന്ന ഈ സംഘട്ടനം നല്ലൊരു ഇമ്പാക്റ്റാണ് പ്രേക്ഷകരിൽ ഉണ്ടാക്കിയത്. ഇടനിലങ്ങൾ പുറത്തിറങ്ങിയത് 1985 അപ്പോഴേക്കും മമ്മൂട്ടിയെ പോലെ തന്നെ മോഹൻലാലും നായക കഥാപാത്രങ്ങളിലേക്ക് കടന്നിരുന്നു. ഇത് MT വാസുദേവൻ നായർ തിരക്കഥ എഴുതിയ IV ശശി സംവിധാനം ചെയ്ത സിനിമയാണ്. ഇതിൽ മമ്മൂട്ടിയെ പോലെ തന്നെ ഒരു കേന്ദ്ര കഥാപാത്രത്തെയാണ് മോഹൻലാലും അവതരിപ്പിക്കുന്നത്. ഇവർ തമ്മിലുള്ള 3ഓളം സംഘട്ടനങ്ങൾ ഈ സിനിമയിലുണ്ട്. ത്യാഗരാജനാണ് ഈ സംഘട്ടനങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നത്. സാജൻ സംവിധാനം ചെയ്ത 1985 പുറത്തിറങ്ങിയ സിനിമയാണ് കണ്ടു കണ്ടറിഞ്ഞു. അക്കാലത്തെ ഒരു ഹിറ്റ് സിനിമയായിരുന്നു ഇത്. മമ്മൂട്ടി തൻ്റെ അച്ഛനെ കൊന്ന ആളാണെന്ന് സംശയിക്കുന്ന ആളാണ് മോഹൻലാൽ കഥാപാത്രം. മാത്രമല്ല മമ്മൂട്ടിയുടെ സഹോദരിയുടെ കാമുകൻ കൂടിയാണ് ഇയാൾ. ഇതിനെ തുടർന്നുണ്ടാകുന്ന മോഹൻലാലും മമ്മൂട്ടിയും തമ്മിലുള്ള സംഘട്ടനങ്ങളും അതിൻ്റെ വൈകാരിക സംഘർഷങ്ങളുമൊക്കെയാണ് ഈ സിനിമ പറയുന്നത്. പ്രശസ്ത സ്റ്റണ്ട് കോറിയോഗ്രാഫറായ ജൂഡോ രത്നമാണ് ഈ സിനിമയിലെ സ്റ്റണ്ട് കോറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. 1986 പുറത്തിറങ്ങിയ വാർത്ത എന്ന സിനിമ അക്കാലത്ത് വലിയൊരു വാർത്ത തന്നെയായിരുന്നു. IV ശശിയും T ദാമോദരനും ഒന്നിച്ച ഒരു ഹിറ്റ് ചിത്രമായിരുന്നു അത്. മാത്രമല്ല ഇത് അക്കാലത്തെ ചില യഥാർത്ഥ സംഭവങ്ങളും. മമ്മൂട്ടിയായിരുന്നു ഈ സിനിമയിലെ നായകൻ. മോഹൻലാലാകട്ടെ വില്ലൻ എന്ന് പറയാൻ പറ്റാത്ത പ്രതിനായകനായ ഒരു ഗുണ്ടയായാണ് അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയിലും മോഹൻലാലും മമ്മൂട്ടിയും തമ്മിലുള്ള ഒരു സംഘട്ടനമുണ്ട്. സംഘട്ടനത്തിൻ്റെ തീവ്രതയ്ക്കും അപ്പുറം ആ സിനിമയുടെ കഥയിലുണ്ടാക്കുന്ന വഴിത്തിരിവും ഇമോഷണൽ ഇമ്പാക്റ്റും ഇവർ തമ്മിലുള്ള ഈ സംഘട്ടനത്തെ വേറിട്ട് തന്നെ നിർത്തുന്നു. പിന്നീട് കുറച്ചു കാലം കൂടി ഇവർ പല സിനിമകളിലും തുടർന്ന് വന്നിട്ടുണ്ടെങ്കിലും
അവർ തമ്മിലുള്ള സംഘട്ടനങ്ങൾ കുറവായിരുന്നു. അപ്പോഴേക്കും മോഹൻലാൽ വില്ലൻ കഥാപാത്രങ്ങളിൽ നിന്ന് മാറി സഹനടനും നായകനുമൊക്കെയായി മാറിക്കൊണ്ടിരുന്നു. 90കളുടെ രണ്ടുപേരും പൂർണ്ണമായും അവരുടേതായ സിനിമകളിലേക്ക് കടന്നു. അതിനുശേഷം ഈ രണ്ട് സൂപ്പർ താരങ്ങളും തമ്മിൽ ഒന്നിക്കുന്ന സിനിമകൾ വളരെ അപൂർവമായി. അതിനിടയിൽ ഫാസിൽ സംവിധാനം ചെയ്ത ഹരികൃഷ്ണൻസ് എന്ന സിനിമയിൽ രണ്ടുപേരും ഒരുമിച്ചെങ്കിലും രണ്ടുപേരും തമ്മിലുള്ള സംഘട്ടനങ്ങൾക്ക് ആ സിനിമയിൽ സ്കോപ്പില്ലായിരുന്നു. പിന്നീട് 2008 ഇറങ്ങിയ 2020 എന്ന ബ്രഹ്മാണ്ഡ സിനിമയിലാണ് ഈ രണ്ട് നായകന്മാരും ഒരുമിച്ചത്. ജോഷി സംവിധാനം ചെയ്ത ഈ സിനിമ അമ്മ എന്ന സംഘടനയുടെ ഒരു വലിയൊരു കൂട്ടായ്മയുടെ ഭാഗമായി പിറന്നതാണ്. ഇതിൽ മലയാളത്തിലെ ഏതാണ്ട് മിക്ക നടീനടന്മാരും കഥാപാത്രങ്ങളായി വന്നിട്ടുണ്ടെന്ന് മാത്രമല്ല, അവരാരും തന്നെ ഒരു റെന്യൂമറേഷനും സ്വീകരിക്കാതെ അമ്മ എന്ന അവരുടെ സംഘടനയ്ക്ക് വേണ്ടി ഇതിൻ്റെ ലാഭം മുഴുവൻ നീക്കിവെക്കുകയാണ് ചെയ്തത്. ഈ സിനിമയിൽ മമ്മൂട്ടിയും മോഹൻലാലും തമ്മിലുള്ള ഒരു സംഘട്ടന രംഗമുണ്ട്. മമ്മൂട്ടി ഒരു അഡ്വക്കേറ്റായും മോഹൻലാൽ പോലീസ് തിരയുന്ന ഒരു കൊലപാതകിയുമായാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. രണ്ടുപേരും തമ്മിലുള്ള ഒരു സ്റ്റൈലിഷായ സൂപ്പർ താരങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലുള്ള ഒരു സംഘട്ടന രംഗമാണ് ഈ ചിത്രത്തിലെ സ്റ്റണ്ട് കോറിയോഗ്രാഫറായ ശിവ ഇതിൽ ഒരുക്കിയിരിക്കുന്നത്. അപ്പോഴേക്കും മമ്മൂട്ടിക്കും മോഹൻലാലിനും പ്രത്യേകം ഫാൻ ബേസുകൾ ഉയർന്നു കഴിഞ്ഞിരുന്നു. അവരെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ ഒരുക്കിയ ഈ സംഘട്ടന രംഗം അവരുടെ താരത്തിളക്കമെല്ലാം ഓർമ്മിച്ചുകൊണ്ട് തന്നെ ആസ്വദിക്കാൻ കഴിയും. മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംഘട്ടനങ്ങളെയാണ് ഈ വീഡിയോയിലൂടെ സിനിമാക്കുമ്പം പ്രേക്ഷകരുടെ മുന്നിലെത്തിച്ചത്. ഇതിലേത് രംഗമാണ് ഏറ്റവും മികച്ചതെന്ന് ചോദിച്ചാൽ പ്രേക്ഷകരുടെ ഇടയിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായമുണ്ടാവും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും സിനിമാ കമ്പത്തിൻ്റെ നമസ്കാരം.